Dear students, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ൽ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 6.6 ഡയറക്റ്റ് സം ഡികമ്പോസിഷൻസ്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ഒരു ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ പറയുന്നത് ലെറ്റ് W1, W2, etc. Wk be subspaces of the vector space V. We say that W1, etc. Wk are independent if alpha 1 plus etc. plus alpha k equal to 0, where alpha I in Wi implies that each alpha I is 0. ഇവിടെ W1, W2, etc. Wk are subspaces of the vector space V. V എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ സബ്സ്പേസുകളാണ് W1, W2, etc. Wk. ഇനി ഈ സബ്സ്പേസസുകൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉള്ള ഇതാണ് പറയുന്നത്. ഈ സബ്സ്പേസുകൾ ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മളെപ്പോഴാണ് പറയാം? ഇഫ് ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ ഈക്വൽ ടു 0, വേർ ആൽഫ ഐ ഇൻ Wi എന്ന് വെച്ചാൽ ഓരോ സബ്സ്പേസുകളിലെയും എലമെൻറ്റ്സ് ആണ് ആൽഫ ഐ. എന്ന് വെച്ചാൽ W1 എലമെൻ്റാണ് ആൽഫ 1, W2 എലമെൻ്റാണ് ആൽഫ 2 ആൻഡ് സോ ഓൺ. Wk എലമെൻ്റാണ് ആൽഫ കെ. അപ്പോൾ അതിൻ്റെയൊക്കെ സമ്മ്, ഈ എലമെൻറ്റ്സുകളുടെ സമ്മ് 0 ആണെങ്കിൽ ഇംപ്ലൈസ് ദാറ്റ് ഈച്ച് ആൽഫ ഐ 0 ആയിരിക്കും. ആൽഫ 1 ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സെട്ര ആൽഫ കെ ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഈ സബ്സ്പേസസുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഈ സമ്മ് 0 ആണെങ്കിൽ അതിൽ നമ്മൾ സമ്മിന് വേണ്ടി എടുത്തിട്ടുള്ള ഓരോ എലമെൻറ്റ്സും 0 ആയിരിക്കും എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഓക്കെ, സോ here we can notice that for k equal to 2 എന്ന് വെച്ചാൽ നമ്മൾ വെക്ടർ സ്പേസ് വിയിലുള്ള രണ്ട് സബ്സ്പേസസുകളാണ് W1ഉം W2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദ മീനിങ് ഓഫ് ഇൻഡിപെൻഡൻസ് ഈസ് 0 എന്ന് വെച്ചാൽ W1 ആൻഡ് W2 ആർ ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് W ഇൻ്റർസെക്ഷൻ W2 ഈക്വൽ ടു സിംഗിൾട്ടൺ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ വെക്ടർ സ്പേസിലുള്ള രണ്ട് സബ്സ്പേസുകളാണ് W1ഉം W2. നമ്മൾ നേരത്തെ കെ സബ്സ്പേസുകൾ കൺസിഡർ ചെയ്താണ് ഡെഫിനേഷൻ പറഞ്ഞത്. ഇവിടെ രണ്ട് സബ്സ്പേസുകൾ മാത്രമാണെങ്കിൽ, ഓക്കെ, ഈ രണ്ട് സബ്സ്പേസുകളും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 0 ആയിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ് ഇവിടെ W1, W2 ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുക ലെറ്റ് W1 ആൻഡ് W2 ആർ ഇൻഡിപെൻഡൻറ്റ് സബ്സ്പേസസ് ഓഫ് വി നമ്മൾ അസ്യൂം ചെയ്യാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തത് W ആൻഡ് W2 ആർ ഇൻഡിപെൻഡൻറ്റ്. നമുക്ക് കാണേണ്ടത് W1 ഇൻ്റർസെക്ഷൻ W2 ഈക്വൽ ടു സിംഗിൾട്ടൺ 0 എന്നുള്ളതാണ്. ഓക്കെ, സോ വി ടേക്ക് alpha belongs to W1 intersection W2. Okay, so this means alpha belongs to W1 and alpha belongs to W2. Okay, so this means alpha belongs to W1 and minus alpha belongs to W2. കാരണം എന്താ, ആൽഫ ബിലോങ്സ് ടു W2 ഉണ്ടെങ്കിൽ മൈനസ് ആൽഫയും W2 ഉണ്ടാകും. W1ഉം W2ഉം സബ്സ്പേസസുകളാണ്. ദെൻ ക്ലിയർലി ആൽഫ പ്ലസ് മൈനസ് ആൽഫ ഈക്വൽ ടു 0. ഓക്കെ, കാരണം നമ്മൾ ആൽഫ ബിലോങ്സ് ടു W1 എടുത്തു, മൈനസ് ആൽഫ ബിലോങ്സ് ടു W2 എടുത്തു. ഇതിൻ്റെ സമ്മ് എന്തായിരിക്കും? ആൽഫ പ്ലസ് മൈനസ് ആൽഫ 0 ആയിരിക്കും. നമുക്ക് അറിയാം. പക്ഷേ നമുക്കറിയാം നമ്മളുടെ അസംഷൻ എന്താണ്? ആൽഫ പ്ലസ് മൈനസ് ആൽഫ വേർ ആൽഫ ബിലോങ്സ് ടു W1 ആൻഡ് മൈനസ് ആൽഫ ബിലോങ്സ് ടു W2 ഈക്വൽ ടു 0 ആണെങ്കിൽ, കാരണം ഇവിടെ W1, W2 ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 മീൻസ് ആൽഫ ഈക്വൽ ടു 0. കാരണം എന്താ, ദിസ് ഈസ് 0 മീൻസ് ആൽഫ ഈക്വൽ ടു 0 ആൻഡ് മൈനസ് ആൽഫ ഈക്വൽ ടു 0. So alpha equal to 0
കാരണം ഇവിടെ ആൽഫ W1-ലാണ് മൈനസ് ആൽഫ W2-ലാണ്. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ഈച്ച് ആൽഫ I 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആൽഫ 0 മൈനസ് ആൽഫ 0 മൈനസ് ആൽഫ 0 എന്നാൽ ആൽഫ 0. സോ ദിസ് ഇംപ്ലൈസ് ആൽഫ 0. ഓക്കെ, ആൻഡ് ദെയർഫോർ W1 ഇൻ്റർസെക്ഷൻ W2 എന്തായിരിക്കും? സിംഗിൾട്ടൺ 0. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ആൽഫ ആർബിട്രറി എലമെൻ്റ് ആണ്. അത് നമ്മൾ എടുക്കുന്നത് W1 ഇൻ്റർസെക്ഷൻ W2 ആണ്. അപ്പോൾ അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ആൽഫ 0 ആണ്. ഓക്കെ, നൗ ദ കോൺവേഴ്സ് പാർട്ട്. ലെറ്റ് W1 ഇൻ്റർസെക്ഷൻ W2 ഈക്വൽ ടു സിംഗിൾട്ടൺ 0. നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, നമുക്ക് കാണേണ്ടത് W1 ആൻഡ് W2 ആർ ഇൻഡിപെൻഡൻ്റ് ആണ്. അത് കാണണമെങ്കിൽ നമുക്ക് എടുക്കണം, സപ്പോസ് ആൽഫ 1 പ്ലസ് ആൽഫ 2 ഈക്വൽ ടു 0 വിത്ത് ആൽഫ 1 ബിലോങ്സ് ടു W1 ആൻഡ് ആൽഫ 2 ബിലോങ്സ് ടു W2. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്തിട്ടുള്ളത് എന്താണ്? ആൽഫ 1 പ്ലസ് ആൽഫ 2 ഈക്വൽ ടു 0. Okay, alpha 1 plus alpha 2 equal to 0. So this means alpha 1 equal to minus alpha 2. Okay, and therefore alpha 1 belongs to W2 ഉണ്ടാവും. കാരണം എന്താ? നമുക്കറിയാം ആൽഫ 2 belongs to W2. W2 സബ്സ്പേസ് ആണ്. സോ മൈനസ് ആൽഫ 2 belongs to W2 ഉണ്ടാവും. Okay, so minus alpha 2 belongs to W2 means alpha 1 belongs to W2. So alpha 1 belongs to W2. Okay, so alpha 1 belongs to W1 ഉണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടു alpha 1 belongs to W2. So alpha 1 belongs to W1 intersection W2. ഈ W1 intersection W2 നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്? സിംഗിൾട്ടൺ 0. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ആൽഫ 1 ഈക്വൽ ടു 0. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും? സിമിലർലി ആൽഫ 2 ഈക്വൽ ടു 0 നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? W1 ആൻഡ് W2 ആർ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയാൻ പറ്റും ബൈ ഡെഫിനിഷൻ. ഓക്കെ, നൗ ഇഫ് k greater than 2, okay, then the independence of W1 etc. Wk says much more than W1 intersection etc. Wk equal to singleton 0. k greater than 2 ആണെങ്കിൽ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള W1 intersection W2 k equal to 2 ആകുമ്പോൾ സിംഗിൾട്ടൺ 0 ആയിരുന്നു. പക്ഷേ k greater than 0 ആണെങ്കിൽ ഇത് മാത്രമല്ല, എന്താണ്? It says that each Wj intersects the sum of the other subspaces Wi only in the 0 vector. Each Wj intersects the sum of the other spaces. Okay, എന്ന് വെച്ചാൽ if k greater than 2, the subspaces W1 etc. Wk are independent if and only if each Wj intersects the sum of the other subspaces Wi only in the 0 vector. That means Wj intersection sum of the other spaces subspaces Wi എന്ന് വെച്ചാൽ നമുക്കറിയാം W1 എക്സെട്ര Wk ആണ് നമ്മുടെ സബ്സ്പേസസുകൾ. അപ്പോൾ അതിൽ Wj ഉണ്ടാവും. അപ്പോൾ അതല്ലാത്ത ബാക്കിയുള്ള സബ്സ്പേസുകളാണ്, അതാണ് അതർ സബ്സ്പേസുകൾ കൊണ്ട് മീൻ ചെയ്യുന്നത്, അതർ സബ്സ്പേസസ് Wi. അപ്പോൾ Wj എന്ന് പറയുന്ന സബ്സ്പേസ്, പിന്നെയുള്ള സബ്സ്പേസുകൾ ഏതാണ്? W1 W2 എക്സെട്ര Wj -1, Wj ഉണ്ടാവില്ല, പിന്നെ Wj+1 എക്സെട്ര Wk. ഇതാണ് അതർ സബ്സ്പേസസ്. അതിൻ്റെ സമ്മ് വെച്ചാൽ W1 പ്ലസ് എക്സെട്ര Wj -1 പ്ലസ് Wj+1 എക്സെട്ര പ്ലസ് Wk. അതെന്തായിരിക്കും? അത് ഓൺലി ഇൻ ദ 0 വക്ടർ, എന്നിട്ട് സിംഗിൾട്ടൺ 0 ആയിരിക്കും. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, സോ we can easily prove this. നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? അസ്യൂം
W1 intersection നമ്മൾ WJ എന്നുള്ളത് ഫസ്റ്റ് ഫിക്സ് ചെയ്യാൻ W1. സോ ബാക്കിയുള്ള സബ്സ്പേസുകളുടെ സം പറഞ്ഞാൽ ഏതാ വരിക W2 പ്ലസ് എക്സെട്ര പ്ലസ് WK. ഓക്കെ, ഇത് 0 നമ്മൾ അസ്യൂം ചെയ്യാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ്. അപ്പോൾ ഇത് 0 ആണെങ്കിൽ നമുക്ക് എന്താ കണ്ടത് W1 എക്സെട്ര WK ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് കണ്ടത്. വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് W1 etc. WK are independent. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ α1 പ്ലസ് എക്സെട്ര പ്ലസ് αk ഈക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്തു. വേർ ഈച്ച് αi ബിലോങ്സ് ടു Wi, I varies from 1 to 3 etc. k നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, സോ α1 plus etc. plus αk means minus α1 equal to α2 plus etc. plus αk. α2 plus etc. αk നമ്മളിവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള α1നെ മറ്റു സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മൈനസ് α1 ഈക്വൽ ടു α2 പ്ലസ് എക്സെട്ര പ്ലസ് αk നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ മീനിങ് സോ ദിസ് ഇംപ്ലൈസ് മൈനസ് α1 ബിലോങ്സ് ടു എവിടെ ഉണ്ടാവുക W2 പ്ലസ് എക്സെട്ര പ്ലസ് WK എന്ന് പറയാൻ പറ്റും നമുക്ക്. ഓക്കെ, ഓർ വി ക്യാൻ സേ ദാറ്റ് α1 ബിലോങ്സ് ടു W2 പ്ലസ് എക്സെട്ര പ്ലസ് WK എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ α1 ബിലോങ്സ് ടു W1 എന്ന് നമുക്കറിയാം. ഓക്കെ, α1 ബിലോങ്സ് ടു W2 പ്ലസ് എക്സെട്ര പ്ലസ് WK നമുക്ക് ഇവിടെ കിട്ടി. സോ ദിസ് ഇംപ്ലൈസ് α1 ബിലോങ്സ് ടു എവിടെയൊക്കെ ഉണ്ട്? W1ലുണ്ട്, പിന്നെ എവിടെയുണ്ട്? W2 പ്ലസ് എക്സെട്ര പ്ലസ് WKയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സിംഗിൾട്ടൺ 0 ആണെന്നുള്ള നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മീനിങ് എന്താണ്? α1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 എടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും നമുക്ക്? 1 ഇംപ്ലൈസ് ദാറ്റ് 0 പ്ലസ് α2 പ്ലസ് എക്സെട്ര പ്ലസ് αk ഈക്വൽ ടു 0. So this means α2 can be written as 0 minus α3 minus etc. minus αk എന്ന് എഴുതാൻ പറ്റും. So this implies α2 belongs to W1 plus W3 plus etc. plus WK. Okay, so this means α2 belongs to W2 നമുക്കറിയാം. സോ W2 പിന്നെ ഇതിലുണ്ട് ഇൻ്റർസെക്ഷൻ W1 പ്ലസ് W3 പ്ലസ് എക്സെട്ര പ്ലസ് WK. അപ്പോൾ നമ്മുടെ അസംഷൻ പ്രകാരം നമുക്കറിയാം ഇത് സിംഗിൾട്ടൺ 0 ആണ്. സോ ഇതിൻ്റെ മീനിങ് എന്താണ്? വിച്ച് ഇസ് ദിസ് ഇംപ്ലൈസ് α2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ആൽഫകളെയും കാണാൻ പറ്റും. സോ സിമിലർലി α3 ഈക്വൽ ടു 0 എക്സെട്ര αi ഈക്വൽ ടു 0 ഫോർ ഓൾ I വേരീസ് ഫ്രം 1 2 3 എക്സെട്ര k എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആൻഡ് ദെർഫോർ W1 W2 etc. WK are independent subspaces of V. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് എന്തായിരുന്നു? WJ ഇൻ്റർസെക്ഷൻ W1 പ്ലസ് എക്സെട്ര പ്ലസ് WJ മൈനസ് 1 പ്ലസ് എക്സെട്ര WJ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് WK വിച്ച് ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ 0 എന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഓരോ പെർട്ടിക്കുലർ കേസുകൾ നമ്മൾ എടുക്കുകയാണ്. J1 എടുക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഫസ്റ്റ് അസംഷൻ വന്നത്. ഓക്കെ, നമ്മളിവിടെ ഇതാണ് അസ്യൂം ചെയ്യുന്നത്. നമ്മളിവിടെ ഈ ഒരു പാർട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കാണേണ്ടത് എന്താണ്? ഇഫ് ആൻഡ് ഓൺലി ഇഫ് ആണ്. അപ്പോൾ ഇത് അസ്യൂം ചെയ്ത് നമുക്ക് കാണേണ്ടത് ഈച്ച് WJ അതായത് W1 എക്സെട്ര WK ആർ ഇൻഡിപെൻഡൻ്റ് എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അസ്യൂം ചെയ്യുന്നു.
അപ്പോൾ അത് അസ്യൂം ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് j equal to 1 എന്നുള്ള കേസാണ്. ഓക്കെ, അപ്പോൾ J1 ആണെങ്കിൽ W1 ഇൻ്റർസെക്ഷൻ പിന്നെ ഈ 1 അല്ലാത്ത ബാക്കില്ല, അതാണ് ഇത് വരുന്നത്. അത് സിംഗിൾട്ടൺ 0 എന്നുള്ള നമ്മൾ അസ്യൂം ചെയ്തത്. ഓക്കെ, അപ്പോൾ ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ k ഈക്വൽ ടു 0 ഇംപ്ലൈസ് each alpha I equal to 0 where I varies from 1 to 3 etc. k. So this means W1, W2 etc. Wk are independent. Okay, now conversely അടുത്ത പാർട്ട് എന്താ? Assume that each subspaces, that is W1 etc. Wk എന്താണ് are independent നമ്മൾ അസ്യൂം ചെയ്യണം. Okay, we want to prove Wj intersection W1 plus etc. plus Wk which is equal to singleton 0. ഇതിൽ എന്തുണ്ടാവില്ല? Wj ഉണ്ടാവില്ല. W1 plus etc. Wj minus 1 okay plus Wj plus 1 plus etc. plus Wk which is equal to singleton 0. അതാണ് നമുക്ക് കാണേണ്ടത്. We want to prove this. Okay, so for this we take alpha. ഇവിടെ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് alpha belongs to W1 intersection W2 plus etc. plus Wk. ഇതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. Okay, so this means alpha belongs to W1 and alpha belongs to W2 plus etc. plus Wk. Okay, so we have alpha can be written as, since alpha belongs to W2 plus etc. plus Wk. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. Okay, so this means minus alpha plus alpha 2 plus alpha 3 plus etc. plus alpha k which is equal to 0 എഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തിട്ട് എന്താണ്? Wi's are independent എന്നാണ് അസ്യൂം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടും? മൈനസ് ആൽഫ ഈക്വൽ ടു ആൽഫ 2 ഈക്വൽ ടു എക്സെട്ര ഈക്വൽ ടു ആൽഫ k ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓർ വി ക്യാൻ റൈറ്റ് ആൽഫ ഈക്വൽ ടു 0 alpha 2 equal to 0 etc. alpha k equal to 0 എന്ന് കിട്ടും. ഓക്കെ, സോ ആൽഫ ഈക്വൽ ടു 0 നമുക്കിവിടെ കിട്ടി. സോ ദിസ് ഇംപ്ലൈസ് W1 ഇൻ്റർസെക്ഷൻ, നമ്മൾ ആൽഫ എടുത്തിട്ടുള്ളത് W1 ഇൻ്റർസെക്ഷൻ W2 പ്ലസ് എക്സെട്ര പ്ലസ് Wkയിൽ നിന്നാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ഇത് ആർബിട്രറിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 0 നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷന് എന്തായിരിക്കും? സിംഗിൾട്ടൺ 0 ആയിരിക്കും. ഓക്കെ, സിമിലർലി W2 ഇൻ്റർസെക്ഷൻ നമ്മൾ എടുക്കുന്നത് W1 പ്ലസ് W3 പ്ലസ് എക്സെട്ര പ്ലസ് Wk ഓക്കെ വിച്ച് ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ 0 നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഓരോന്നും. ഓക്കെ, സോ ഇൻ ജനറൽ വി ക്യാൻ റൈറ്റ് Wj ഇൻ്റർസെക്ഷൻ W1 plus etc. plus Wj minus 1 plus Wj plus 1 okay plus etc. plus Wk എന്തായിരിക്കും? ഈക്വൽ ടു സിംഗിൾട്ടൺ 0 എന്ന് പറയും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് നോട്ട് പറയുന്നത് ഇഫ് k greater than 2 then the subspaces W1 etc. Wk are independent if and only if each Wj intersects the sum of the other subspaces Wi only in the 0 vector. Okay, next if W1 W2 etc. Wk are subspaces of the vector space V and if we write the sum W1 plus W2 etc. Wk as W then which is the subspace spanned by W1 etc. Wk, then each vector alpha in W can be expressed as a sum alpha equal to alpha 1 plus etc. plus alpha k, where each alpha I in Wi
Okay, then if W1, W2, etc., Wk are independent, then that expression for alpha is unique. Okay, so we have the next note, that is, if we can write W equal to W1 plus etc. Wk, and which is the subspace spanned by W1 etc. Wk, then each vector alpha in W, we can express this alpha as alpha equal to alpha 1 plus etc. plus alpha k. Then this expression is unique എങ്ങനെയാണെങ്കിൽ if W1, W2, etc. Wk ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന എക്സ്പ്രഷൻ യുണീക്ക് ആവും. ഇതാണ് നമുക്ക് നെക്സ്റ്റ് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, so let W equal to W1 plus etc. Wk be the subspace spanned by W1, W2, etc. Wk. If W1, W2, etc. Wk are independent, then the expression for any alpha belongs to W, which is equal to alpha W1 plus etc. plus Wk as alpha equal to alpha 1 plus etc. alpha k is unique. ഈ രൂപത്തിലുള്ള എക്സ്പ്രഷന് എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. എങ്ങനെയാണെങ്കിൽ ഈ W1, W2, etc. Wk എന്നുള്ളത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ. ഓക്കെ, സോ വി ക്യാൻ പ്രൂവ് ദിസ്. സോ ദ പ്രൂഫ് ഈസ് വെരി സിമ്പിൾ. സപ്പോസ് നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്നത് ദർ ഈസ് അനദർ എക്സ്പ്രഷൻ, that is, let alpha equal to alpha 1 plus etc. plus alpha k, where each alpha I in Wi, and alpha can be written as beta 1 plus etc. plus beta k, where each beta I belongs to Wi. This is our equation number 1 and 2. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ അസംഷൻ W1, W2, Wk are independent. അങ്ങനെയാണെങ്കിൽ യുണീക്കാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യുണീക്ക് അല്ല എന്ന് വെച്ചാൽ ആൽഫനെ നമുക്ക് രണ്ട് രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, നമ്മൾ അസ്യൂം ചെയ്യാം. ഓക്കെ, ദെൻ ഇക്വേഷൻ നമ്പർ 1 മൈനസ് 2 എന്താ നമുക്ക് കിട്ടുന്നത്? ലെഫ്റ്റ് സൈഡിൽ ഇത് 0 ആവും. സോ ദിസ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ആൽഫ 1 ബിലോങ്സ് ടു W1, ബീറ്റ 1 ബിലോങ്സ് ടു W1, ആൽഫ 2 ബിലോങ്സ് ടു W2, ബീറ്റ 2 ബിലോങ്സ് ടു W2 ആൻഡ് സോ ഓൺ. സോ ആൽഫ 1 മൈനസ് ബീറ്റ 1 എവിടെ ഉണ്ടാവുക? അത് W1 എലമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. പ്ലസ് നമ്മൾ 1 നിന്ന് 2 മൈനസ് ചെയ്യണം. സോ ആൽഫ 2 മൈനസ് ബീറ്റ 2 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ മൈനസ് ബീറ്റ കെ എന്നാണ് വരിക. ഓക്കെ, നമുക്കറിയാം ഈച്ച് ആൽഫ 1 മൈനസ് ബീറ്റ ഇത് W1 ഉണ്ടാവും. കാരണം എന്താ? ആൽഫ 1 ബിലോങ്സ് W1, ബീറ്റ 1 ബിലോങ്സ് W2. അപ്പോൾ സബ്സ്പേസ് ആണ് W1. സിമിലർലി ഇത് ബിലോങ്സ് W2 etc. It belongs to Wk. So this implies here we take W1, W2, etc. Wk are independent. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൽഫ 1 മൈനസ് ബീറ്റ 1 ബിലോങ്സ് ടു W1, ആൽഫ 2 മൈനസ് ബീറ്റ 2 ബിലോങ്സ് ടു W2, etc. ആൽഫ കെ മൈനസ് ബീറ്റ കെ ബിലോങ്സ് ടു Wk. ഓക്കെ, ആൻഡ് their sum is 0 and W1, W2, etc. Wk are independent. Then this implies എന്താ നമുക്ക് കിട്ടുക? ഈച്ച് ആൽഫ ഐ മൈനസ് ബീറ്റ ഐ ഈക്വൾ ടു 0 ഫോർ ഓൾ ഐ. ഓക്കെ, സോ ആൽഫ ഐ മൈനസ് ബീറ്റ ഐ ഈക്വൾ ടു 0 ഫോർ ഓൾ ഐ. കാരണം എന്താ? സിൻസ് Wi's ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സോ ദിസ് ഇംപ്ലൈസ് ആൽഫ ഐ ഈക്വൾ ടു ബീറ്റ ഐ ഫോർ ഓൾ ഐ. ഓക്കെ, ഹെൻസ് the expression is unique. കാരണം എന്താ? നമ്മൾ ആൽഫ ഈക്വൽ ടു ആൽഫ 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ കെ എന്ന് എഴുതി, അതിനെ തന്നെ ബീറ്റ 1 പ്ലസ് എക്സെട്ര ബീറ്റ കെ എഴുതി. ഇത് ഓരോന്നും സെയിം ആണെന്ന് കിട്ടി. ആൻഡ് therefore the expression is unique. Okay, now conversely, assume that if the expression for alpha, which is in W, as alpha equal to alpha 1 plus etc. plus alpha k, where alpha I belongs to each Wi, is unique. നമ്മൾ അസ്യൂം ചെയ്യണം.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണേണ്ടത് we want to show that wi's are independent. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്മൾ ആർഗ്യുമെൻ്റ് നമ്മൾ എടുക്കുന്നത്. അതായത് വി ടേക്ക് ആൽഫ ഇൻ wj ഇൻ്റർസെക്ഷൻ w1 പ്ലസ് എക്സെട്ര പ്ലസ് wj മൈനസ് 1 പ്ലസ് wj പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് wk. അപ്പോൾ ഇവിടെ wj ഇൻ്റർസെക്ഷൻ w1 പ്ലസ് എക്സെട്ര wk എന്ന് പറയുന്നതിൻ്റെ ഇൻ്റർസെക്ഷൻ സിംഗിൾട്ടൺ 0 ആണെങ്കിൽ നമുക്ക് ഈ w1 w2 എക്സെട്ര wk ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഇൻ്റർസെക്ഷനിൽ നിന്നൊരു ആൽഫ എടുത്തു. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ഈ ആൽഫ 0 ആണെന്ന് നമുക്ക് കാണേണ്ടത്. ആൽഫ എടുക്കുന്നത് ആർബിട്രറി എലമെൻ്റ് ആയിട്ടാണ്. ഓക്കെ, സോ ആൽഫ ബിലോങ്സ് ടു wj ഇൻ്റർസെക്ഷൻ. ദിസ് മീൻസ് ആൽഫ ബിലോങ്സ് ടു wj and alpha belongs to w1 plus etc plus wj minus 1 plus wj plus 1 plus etc plus wk. Okay, now alpha belongs to wj, then alpha can be written as some beta j. Okay, where beta j belongs to wj, and also alpha belongs to w1 plus etc wj minus 1 plus wj plus 1 plus etc plus wk. So this can be written as some beta 1 plus etc, okay, etc plus beta j minus 1 plus beta j plus 1 plus etc plus beta k എന്ന് എഴുതാൻ പറ്റും, where each beta I belongs to wi, where I varies from 1 to 3 etc k. Okay, that means beta j belongs to wj, beta 1 belongs to w1 and so on. Okay, so this implies alpha can be written as, ഇപ്പോൾ ഇവിടെ നമുക്ക് ആൽഫ ഈക്വൽ ടു ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ആൽഫ ഈക്വൽ ടു ബീറ്റ 1 പ്ലസ് എക്സെട്ര പ്ലസ് ബീറ്റ ജെ മൈനസ് 1 പ്ലസ് 0 പ്ലസ് ബീറ്റ ജെ പ്ലസ് 1 plus etc plus beta k എന്ന് എഴുതാൻ പറ്റും. Okay, and also alpha can be written as 0 plus etc plus 0. Okay, plus നമ്മൾ jth പൊസിഷനിൽ ബീറ്റ ജെ പ്ലസ് എക്സെട്ര പ്ലസ് 0 പ്ലസ് എക്സെട്ര പ്ലസ് 0 ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇത് വെച്ചിട്ടാണ് നമ്മളിത് എഴുതുന്നത്. ആൽഫ ഈക്വൽ ടു ബീറ്റ ജെ, അതിന് നമ്മൾ 0 പ്ലസ് എക്സെട്ര പ്ലസ് 0 പിന്നെ ബീറ്റ ജെ പ്ലസ് എക്സെട്ര 0 എന്ന് എഴുതി. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഇത് എഴുതും. അപ്പോൾ ഇവിടെ നമ്മുടെ അസംഷൻ എന്താണ്? ആൽഫ ഈസ് യുണീക്ക് എന്നാണ്. ഓക്കെ, സിൻസ് ആൽഫ ഈസ് യുണീക്ക്, അപ്പോൾ യുണീക്ക് ആയതുകൊണ്ട് ഈ രണ്ട് എക്സ്പ്രഷൻസും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2 and 3. ഓക്കെ, സോ 2 and 3 ആർ സെയിം, യുണീക്ക് ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി ബീറ്റ 1 ഈക്വൽ ടു 0. നമ്മളിത് കമ്പയർ ചെയ്യാം. ഓക്കെ, എക്സെട്ര ബീറ്റ ജെ ഈക്വൽ ടു 0 എക്സെട്ര. ഓക്കെ, ബീറ്റ കെ ഈക്വൽ ടു 0 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും. എന്നുവെച്ചാൽ ബീറ്റ 1 ബീറ്റ 2 എക്സെട്ര ബീറ്റ കെ 0 എന്ന് കിട്ടി. സോ ദിസ് ഇംപ്ലൈസ് എന്ത് കിട്ടി? ആൽഫ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ എടുത്തിട്ടുള്ള ആൽഫ എവിടെ നിന്നാണ്? wj ഇൻ്റർസെക്ഷൻ w1 പ്ലസ് എക്സെട്ര പ്ലസ് wkയിൽ നിന്നാണ്. ഓക്കെ, അതൊരു ആർബിട്രറി എലമെൻ്റ് ആണ്. അപ്പോൾ അത് 0 എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് wj ഇൻ്റർസെക്ഷൻ w1 പ്ലസ് എക്സെട്ര പ്ലസ് wj മൈനസ് 1 പ്ലസ് wj പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് wk. അതെന്ത് കിട്ടി? അത് സിംഗിൾട്ടൺ 0 ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിതിന് മുമ്പ് പറഞ്ഞ നോട്ട് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും?
therefore w1 w2 etc wk are independent എന്ന് പറയാൻ പറ്റും. Okay, so this completes the proof. Thank you.